നിരവധി കഥാപാത്രങ്ങളിലൂടെ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും തന്റേതായ സ്ഥാനം നേടിയെടുത്ത നടിയാണ് മായ വിശ്വനാഥ്. മമ്മൂട്ടിയെ പോലെയാണ് പ്രായം കൂടുന്തോറും സൗന്ദര്യം കൂടുകയാണ് താരത്തിനെന്ന് പൊതുവെ ഒരു അഭിപ്രായം ആരാധകർക്ക് ഇടയിലുണ്ട്. ഇടക്കാലത്ത് താരം അഭിനയ ലോകത്തു നിന്നും ഇടവേളയെടുത്തിരുന്നു. ഏകദേശം 7 വർഷത്തോളവുമാണ് താരം ഇൻഡസ്ട്രിയിൽ നിന്നും വിട്ടുനിന്നത്. പിന്നീട് ആറാട്ട് സിനിമയിലൂടെ മോഹൻലാലിനൊപ്പം തിരിച്ചെത്തി. പിന്നെ ഇങ്ങോട്ട് നിരവധി കഥാപാത്രങ്ങൾ, നിരവധി ഫോട്ടോഷൂട്ടൊക്കെയായി സജീവമാണ് നടി. മായ വിശ്വനാഥ് തിരുവനന്തപുരം ജഗതി സ്വദേശിയാണ്. ക്യാബിൻ ക്രൂ അംഗമായി ജോലി നേടിയിരുന്നു. മോഡലിംഗ് രംഗത്തു നിന്നുമാണ് അഭിനയത്തിലേക്ക് മായ ചുവടുവെച്ചത്. ജേർണലിസ്റ്റ് ആകാനും ക്യാബിൻ ക്രൂ ആകാനും ആഗ്രഹിച്ചു എങ്കിലും തന്റെ ആഗ്രഹം എന്നും അഭിനയമായിരുന്നു എന്നൊരിക്കൽ താരം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. 40 വയസ്സ് കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ക്രോണിക് ബാച്ചിലറായി തുടരുന്നു എന്ന ചോദ്യത്തിന് മായയുടെ മറുപടി ഇങ്ങനെയാണ്: നമ്മൾ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ഓർക്കാനോ മോശപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കാനോ നിൽക്കരുത്. ഉള്ള സമയം അത്രയും സന്തോഷത്തോടെ ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ജീവിതം ആസ്വദിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. ഓർമ്മകളും സങ്കല്പങ്ങളും അങ്ങനെ മറക്കുക. പ്രസൻസിൽ ജീവിക്കുക, അതാണ് വേണ്ടത്. സങ്കല്പം നമുക്ക് വേണ്ടേ വേണ്ട. സങ്കല്പം വെച്ചിട്ട് പ്രതീക്ഷകൾ വെക്കുമ്പോഴാണ് നമ്മൾ കിട്ടാത്ത കാര്യത്തിനു വേണ്ടി ദുഃഖിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും സങ്കല്പങ്ങളും സൂക്ഷിക്കാത്ത ആളാണ് താൻ. വരുമ്പോൾ വരട്ടെ, കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നാണ് എൻ്റെ രീതി, മായ പറയുന്നു. ഓരോ ആളുകൾക്കും കാഴ്ചപ്പാടുകൾ വേറെയാണ്. എൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. ഇതിൽ ശരിയോ തെറ്റോ അതെൻ്റെ മാത്രമാണ്. ഹോബിയായിട്ടല്ല പുസ്തകങ്ങൾ വായിക്കുന്നത്, അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എൻ്റെ രീതി അതാണ്. കുട്ടിക്കാലം ഞാൻ പുസ്തകങ്ങൾ ആയിരുന്നു വായിക്കുന്നത്. ഒരിക്കലും കളിപ്പാട്ടങ്ങളല്ല എനിക്ക് പപ്പ വാങ്ങി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നും ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നത് പുസ്തകങ്ങൾ ആണ്. പുസ്തകങ്ങൾ എൻ്റെ ജീവിതം തന്നെ, എൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റിയിട്ടുണ്ട്. സ്വഭാവത്തിൽ പോലും മാറ്റങ്ങൾ കൊണ്ടുവന്നത് പുസ്തക വായനയാണ്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന പ്രകൃതമാണ്. അതുകൊണ്ടാണ് ജേർണലിസ്റ്റിലേക്ക് തിരിയാതിരുന്നത്. മുഖത്തു നോക്കി എന്തും പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സ്വഭാവത്തിൽ തനിക്ക് നല്ല മാറ്റമുണ്ടെന്ന് മായ പറയുകയാണ്. ചേച്ചിക്ക് വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ വീട്ടിൽ കൊടുത്തിരുന്നു. എല്ലാത്തിനുമുള്ള ഫ്രീഡം നമുക്ക് വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് മായ പറയുമ്പോൾ എന്താണ് താൻ വിവാഹം കഴിക്കാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെയാണ്: കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യാൻ? വിവാഹം കഴിച്ചു എങ്കിൽ ചേച്ചി മറ്റൊരു വ്യക്തിയാണ്. ഞങ്ങളെ രണ്ടാളെയും 2 വ്യക്തികൾ ആയിട്ടാണ് പപ്പ കാണുന്നത്. എനിക്ക് എന്തു വേണം എന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള പക്വത ഇപ്പോൾ ആയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നും ഒരിക്കലും ആരും ഞാൻ എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്ന് തിരക്കിയിട്ടില്ല. നാട്ടുകാർക്ക് മാത്രമാണ് വിഷയം. ഞാൻ പിന്നെ നാട്ടുകാരുടെ അഭിപ്രായങ്ങൾക്ക് മുഖം കൊടുക്കാറില്ല എന്ന് ഉറച്ച സ്വരത്തിൽ മായ പറയുകയാണ്.